എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കുടുംബങ്ങളിൽ ചില അനർത്ഥങ്ങളും ചില ഭാരങ്ങളും നമ്മൾ അനുഭവിക്കുന്നു. ഒരു പക്ഷേ ഇന്ന് നമ്മൾ ജീവിക്കുന്ന വീടും മണ്ണും പരിസര പ്രദേശങ്ങളും കൃഷിയിടങ്ങളൊക്കെ നമ്മുടെ പൂർവ്വപിതാക്കൾ വഴി സമ്പാദിച്ചതാവും. ആ സമ്പാദ്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പിഴവുകളും പാപങ്ങളും കടങ്ങളും ഉണ്ടെങ്കിൽ ഇന്ന് ആ മണ്ണിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, ആ വീടിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന വ്യക്തിയാണ് നീ. ഈ പരിശുദ്ധ അൽത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഓ ദൈവമേ, ഈ പരിശുദ്ധ അൽത്താരയിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെയാണ് ചേർത്ത് വെക്കുന്നത്. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കോ, കണ്ണുകളടച്ച്. എൻ്റെ ദൈവമേ, ഈ പരിശുദ്ധ അൽത്താരയിലേക്ക് എൻ്റെ നിയോഗങ്ങൾ ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മൺമറഞ്ഞു പോയ ഓരോ വ്യക്തിയും ചെയ്ത എല്ലാ പാപങ്ങളും കടങ്ങളും കർത്താവെ പൊറുക്കണമേ. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചു യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയം ദൈവത്തിൻ്റെ ആത്മാവ് ഓരോ വ്യക്തിയുടെ മേലും കുടുംബത്തിൻ്റെ മേലും അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുന്ന സമയം കരങ്ങൾ ഉയർത്തി ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് നമുക്ക് വിശ്വസിക്കാം. ഓ ദൈവമേ, എല്ലാ പാപങ്ങളും കടങ്ങളും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മേലുള്ള എല്ലാ തിന്മയുടെ നാരക ശക്തികളെയും യേശുവേ അങ്ങ് കുരിശിൽ ചൊരിഞ്ഞ തിരുരക്തത്താൽ, തിരുകുരിശിനാൽ, യേശുവിന്റെ നാമത്താൽ വിശുദ്ധീകരിക്കുന്നു. കൈകൾ ഉയർത്തി എല്ലാവരും യേശുവേ എന്ന് വിളിച്ചൊന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവേ, കൈക്കൊള്ളണമേ കർത്താവേ, കൈക്കൊള്ളണമേ ഹൃദയംഗമമാ വിശ്വാസമോടെ ആസൻ ചെയ്യും ബലിയൻ നാഥ തിരുസന്നിധിയിൽ. 2 കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് പ്രാർത്ഥിക്കുക.